ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് പ്രണയിക്കാൻ ഇഷ്ടമാണോ? ഇനി നിങ്ങൾ റിലേഷൻഷിപ്പിലാണോ? ഇനി നിങ്ങൾക്ക് പ്രണയിക്കാൻ പേടിയുണ്ടോ? ഇതിലെ മൂന്നാമത്തെ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് എന്താണ് പ്രണയിക്കാൻ പേടി? അല്ലെങ്കിൽ പ്രണയമൊക്കെ ഇഷ്ടമാണ്, പ്രണയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സിൽ എന്തോ ഒരു പേടിയുണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾക്കറിയാം, ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഉള്ള ഒരു ഫീലിംഗ് ആണ് ഈ ഒരു പ്രണയം എന്ന് പറയുന്നത്. പ്രണയം തോന്നാത്ത ആളുകളെ ഈ ലോകത്തില്ല. എങ്കിലും ഇത് കുറേ ആൾക്കാർക്കൊക്കെ പ്രണയിക്കാൻ പേടിയാണ്. ഇതിനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ പ്രണയിക്കുന്ന ആളുടെ ആക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാവണം. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോഴത്തേക്കും അവരുടെ മനസ്സിലിരിക്കുന്ന എന്ത് കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതാണ് മിക്കവാറും ആളുകളുടെ ഒരു പേടി. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി നമ്മളെ ചതിക്കുവാണോ എന്നുള്ളൊരു പേടിയാണ് കുറേ അധികം ആളുകൾക്ക് പ്രണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പേടിയായിട്ട് അവർ കാണുന്നത്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് നിങ്ങളെ അവർ ചതിക്കുവോ? പിന്നെ നിങ്ങളെയാണോ, നിങ്ങളുടെ പണം അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പത്ത്, ഇതിനെയാണോ അവർ കൂടുതൽ സ്നേഹിക്കുക? ഈ ഒരു കാര്യമായിരിക്കും ഒട്ടുമിക്ക ആളുകൾക്കും പേടിയായിട്ടുള്ള ഒന്ന്. അവരുടെ ഇൻറ്റൻഷൻ എന്താണ് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അവർ നമ്മളെ പ്രണയിച്ചതിന് ശേഷം ചതിക്കുമോ അല്ലെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുമോ? ഈ ഒരു പേടി അവരുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് പ്രണയിക്കാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്, എന്നിട്ടും അവർ പ്രണയിക്കാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫാമിലിയാണ്. ഞാൻ കണ്ടെത്തുന്ന ആ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഞാൻ കണ്ടെത്തുന്ന ആ ഒരു ആൺകുട്ടി, അവനെ അല്ലെങ്കിൽ അവളെ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമോ? എല്ലാവരും അവളെ ഒരേപോലെ കണ്ട് സ്നേഹിക്കുമോ? ഈ ഒരു പേടി കൊണ്ടാണ് ഒട്ടുമിക്ക ആളുകളും പ്രണയത്തിലേക്ക് പോകാതെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നത്. ഫാമിലിനെ കുറിച്ചിട്ടുള്ള ആ ഒരു ടെൻഷനാണ് ഒട്ടുമിക്ക ആളുകളുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. നിങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു കുട്ടീനെ നിങ്ങളുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു പേടി. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്, സ്വാതന്ത്ര്യം. നമ്മൾ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് സ്വസ്ഥതയും സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ തരുമോ? ഇപ്പോൾ ഗേൾസ് ആണെങ്കിൽ പൊതുവെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവരുടെ ബോയ്സ് വേറെ ഗേൾസിനോടൊന്നും മിണ്ടുന്ന അവർക്ക് ഇഷ്ടമല്ല, അതൊരു പൊസസീവ്നെസ് ആണ്. അങ്ങനെ അവരെ ഓവറായിട്ട് പൊസസീവ്നെസ് കാണിക്കുമോ? ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ ചില ഗേൾസിനോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ ഇത്ര ടൈം കഴിഞ്ഞാൽ പിന്നെ ഫോൺ യൂസ് ചെയ്യരുത്, ഇങ്ങനെയൊന്നും ചെയ്യില്ല, റീൽ ചെയ്യില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല. ഇങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് നിങ്ങളുടെ ലൈഫിൽ അവരായിട്ട് വെക്കുമോ? ഇങ്ങനെയുള്ളൊരു പേടി അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് കുറേ അധികം ആളുകളും ഇങ്ങനെ പ്രണയത്തിലേക്ക് പോവാതെ നിൽക്കുന്നത്. ഇനി ലാസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ബ്രേക്കപ്പ് ആണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിച്ച് വീട്ടുകാരുടെയൊക്കെ സമ്മതം ഇല്ലാതെയും അതായത് നമ്മുടെ വീട്ടുകാർ നമ്മളെ തള്ളി പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ കൂടെ നിന്നു. എന്നിട്ട് അറ്റ് ലാസ്റ്റ് അവർ നമ്മളെ തേക്കുമോ? അതായത് നമ്മളെ ബ്രേക്കപ്പ് ചെയ്യുമോ? ലാസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ സംഭവിക്കുമോ? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പേരൻസിനെ പോലും വേണ്ട എന്ന് വെച്ചു, എന്നിട്ട് ലാസ്റ്റ് അവർ നമ്മളെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെയുള്ളൊരു പേടി കൊണ്ടും കുറേ അധികം ആളുകൾ പ്രണയത്തിലേക്ക് പോകാതെ നിൽക്കുന്നുണ്ട്. എന്താ പറഞ്ഞതൊക്കെ ശരിയല്ലേ? ആണോ അല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ മെയിൻ ആയിട്ടുള്ള 4 കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.